ഹായ് ഫ്രണ്ട്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്കൊരു മുരിങ്ങയിലക്കറി ഉണ്ടാക്കിയാലോ. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പോകാം റെസിപ്പിയിലേക്ക്. ഇതിനുവേണ്ടി ഞാൻ കുറച്ച് മുരിങ്ങയില എടുത്തിട്ടുണ്ട്, കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, ചെറിയുള്ളിയും വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, കുറച്ച് വറ്റൽമുളക് എടുത്തിട്ടുണ്ട്, കടുക് പൊട്ടിക്കാൻ ആവശ്യത്തിലുള്ള വറ്റൽമുളകും ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ഇലയെല്ലാം ഒന്ന് ഊരിയെടുക്കാമേ. ഇത് ഇതിൽ പൊടിയൊക്കെ കാണും, അതുകൊണ്ട് ഞാൻ ഇതെല്ലാം ക്ലീൻ ചെയ്ത് കഴുകിയെടുത്തതാണ്. ഇലയെല്ലാം ഞാൻ ഊരിയെടുത്തിട്ടുണ്ട്. ഇനി ഈ തേങ്ങ മിക്സിയുടെ ജാറിൽ നല്ല ഫൈൻ പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കാമേ. ഈ തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഈ വറ്റൽമുളക് കൂടെ മുറിച്ചിട്ട് കൊടുക്കുകയാണ്. ഈ ചെറിയുള്ളിയും വെളുത്തുള്ളിയും അതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടി, 1/4 ടീസ്പൂൺ ജീരകം, ചെറിയ ജീരകമാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാമേ. ഇത് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുള്ളൂ, പിന്നെ ആവശ്യത്തിന് പിന്നീട് ചേർത്ത് കൊടുക്കാമേ. തേങ്ങ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനാവശ്യത്തിലുള്ള കടുക് പൊട്ടിച്ചെടുക്കാമേ. ആവശ്യത്തിലുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാമേ. കടുക് ഇട്ട് കൊടുക്കാമേ. കടുകെല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ചെറിയുള്ളിയും വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കാമേ. ഇതെല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഈ മുരിങ്ങയില ഇട്ട് കൊടുക്കാമേ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാമേ. ഇനി തേങ്ങ ഇതിലിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാമേ. ഇതിൻ്റെ ഈ പച്ച ഫ്ലേവർ ഒന്ന് മാറാൻ വേണ്ടി. അതിനുശേഷം ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. വെള്ളം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇത് തിളപ്പിക്കരുത്, ചൂടാക്കി എടുക്കുകയാകാവൂ. തേങ്ങയെല്ലാം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാമേ. ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ചൂടുവെള്ളമാണ് കേട്ടോ, പച്ചവെള്ളമല്ല. ഇത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിൻ്റെ ഫ്ലെയിം ഞാൻ ഓഫ് ചെയ്യുവാണേ. ഞാൻ ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട്. മുരിങ്ങയിലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത്. നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. എൻ്റെ വീഡിയോ ഇഷ്ടമായ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.